ഇരകളെ കൊന്ന രീതി. തൻ്റെ അടുത്ത് ഉപദേശം തേടി വരുന്ന 3 അയൽവാസികളെയാണ് ലിയോനാർഡോ ഇതിനായി തിരഞ്ഞെടുത്തത്. ഈസ്റ്റിയ സെറ്റി കല്യാണാലോചനയുടെ പേരിൽ വിളിച്ചു വരുത്തി കൊന്നൊടുക്കി. ഫ്രാൻസിസ്ക സോവി ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വരുത്തി കൊലപ്പെടുത്തി. വിർജീനിയ കാസിയോപ്പോ മുൻ ഗായകനായിരുന്ന ഇവരെയും തന്ത്രപൂർവ്വം വീട്ടിലെത്തിച്ചു കൊന്നു. സോപ്പും കേക്കും നിർമ്മിച്ച രീതി. കൊലപാതകത്തെക്കാൾ ലോകത്തെ ഞെട്ടിച്ചത് ലിയോനാർഡോ ആ ശവശരീരങ്ങൾ കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. മനുഷ്യ സോപ്പ് അവർ മൃതദേഹങ്ങളെ കഷണങ്ങളാക്കി മുറിക്കുകയും കോസ്റ്റിക് സോഡ ഉപയോഗിച്ച് ഉരുക്കി ദ്രാവകമാക്കുകയും ചെയ്തു. ഇതിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത് സോപ്പുകൾ നിർമ്മിച്ചു. ഈ സോപ്പുകൾ അവർ അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും സമ്മാനമായി നൽകി. രക്തം കലർന്ന കേക്കുകൾ. കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച രക്തം ഉണക്കി പൊടിച്ച് അതിൽ മൈദ, പഞ്ചസാര, ചോക്ലേറ്റ് എന്നിവ ചേർത്ത് ടീ കേക്കുകൾ ഉണ്ടാക്കി. ഇതിൽ കേക്കുകൾ അവർ തൻ്റെ മക്കൾക്ക് നൽകുകയും വീട്ടിൽ വരുന്നവർക്ക് ചായയോടൊപ്പം വിളമ്പുകയും ചെയ്തു. ലിയോനാർഡോ പിന്നീട് പോലീസിനോട് പറഞ്ഞത് ആ കേക്കുകൾ വളരെ രുചിയുള്ളതായിരുന്നു എന്നും ഞാനും എൻ്റെ മക്കളും അത് ആസ്വദിച്ച് കഴിച്ചു എന്നുമാണ്. എങ്ങനെ പിടിക്കപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. അവസാനം കൊല്ലപ്പെട്ട വിർജീനിയ കാണാതായപ്പോൾ അവരുടെ സഹോദരിക്ക് ലിയോനാർഡോയുടെ മേൽ സംശയം തോന്നി. പോലീസ് നടത്തിയ പരിശോധനയിൽ ലിയോനാർഡോ കുറ്റം സമ്മതിച്ചു. തൻ്റെ മകനെ രക്ഷിക്കാനാണ് താൻ ഇത് ചെയ്തതെന്നും അവരുടെ വാദം. ലിയോനാർഡോയ്ക്ക് 30 വർഷം തടവും 3 വർഷം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശിക്ഷയും ലഭിച്ചു. 1970 ഇവർ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. ഇവർ കൊലപാതകത്തിന് ഉപയോഗിച്ച കോടാലിയും സോപ്പും ഉണ്ടാക്കിയ പാത്രങ്ങളും ഇന്നും റോമിലെ ക്രിമിനോളജി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ.